ഇത് കുറേയല്ലേ പറയാൻ തുടങ്ങിയിട്ട്. അല്ല, പലിശയും മുതലും അടക്കം ഞാൻ കൊണ്ടുതന്നാ പോരെ? ഇത് ഞാൻ ചോദിക്കുമ്പോഴല്ലേ നീ പറയുന്നതല്ലേ പലിശയും മുതലും ഒരുമിച്ച് കൊണ്ടുത്തരാ എന്ന്. എനിക്കിതുകൊണ്ട് ബിസിനസ് പിന്നെയും ചെയ്യാനുള്ളതല്ലേ. എന്നാലും കുറച്ച് കാശ് എടുക്കാനുണ്ടാവൂലേ? കുറച്ച് കാശ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വേണ്ടത്? എനിക്ക് കുറച്ച് കുട്ടികളെ അഡ്മിഷന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാ. ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടാണ് നീ അന്ന് വാങ്ങിച്ചത്. അപ്പോ അതൊന്നും ഇതുവരെ കൊണ്ട് തിരിച്ചു കിട്ടിയിട്ടില്ല. സ്കൂൾ തുറക്കാൻ പോകുമ്പോ എല്ലാവർക്കും പൈസ കിട്ടായിട്ടുണ്ടാവൂലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം മേടിച്ച പൈസ ഇങ്ങോട്ട് കൊണ്ടെത്താം. അതിന്റെ മുതലും പലിശയൊക്കെ ആയിട്ട് കൊണ്ടെത്താ. അത് കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ അതിനല്ലേ ഒരു മര്യാദ. ചേട്ടാ ഇങ്ങനെ പറയല്ലേ. കുറച്ച് ഞാന് ഇത് വേഗം മടക്കി തരുന്നേ. ഇത് വേഗം മടക്കി തരുന്ന പറഞ്ഞാല് കഴിഞ്ഞത് പിന്നെ ആരാ മടക്കി തരുവാ? ഇതിന് മുന്നേ മേടിച്ചത് മടക്കി തരണ്ടേ? കഴിഞ്ഞത് അദ്ദേഹം വാങ്ങിയല്ലേ, അത് അദ്ദേഹം മേടിച്ചതായാലും നീ തരുന്നല്ലേ നിന്റെ പേരും പറഞ്ഞിട്ടില്ലേ അയാൾ വാങ്ങിച്ചിട്ട് പോയത്. നീ പറഞ്ഞിട്ടില്ലേ ഞാൻ കൊടുത്തത്? നിന്നോട് ഞാൻ ചോദിച്ചിട്ടില്ലേ ഇങ്ങനെ നിന്റെ ഭർത്താവ് പൈസ കുറയുന്നുണ്ട്? അപ്പൊ നീ പറഞ്ഞ കൊടുത്തേ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാനില്ല ഇവിടെ എന്ന് പറഞ്ഞിട്ട്. നീ ഉണ്ട് എന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്താ ചെയ്യാ? കൊടുത്ത്. നീ അല്ലേ എനിക്ക് തരാൻ ബാധ്യസ്ഥ. അദ്ദേഹത്തിന് ജോലിയെല്ലാം കുറവാ. അത് പിന്നെ നമുക്ക് എന്നോട് പറഞ്ഞു, പിന്നെ കാശ് കിട്ടിയ പാടെ ഞാൻ അയച്ചു തരും, അപ്പൊ കൊടുക്കാന്ന് പറഞ്ഞു. എനിക്കങ്ങനെ കൃത്യപാടെ അയച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും. ഞാൻ എന്ത് കാര്യം ചെയ്യണ്ടേ? ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നീ എന്നോട് ഒരു അല്പം കരുണ കാണിക്ക്. കരുണ കാണിക്കാൻ എനിക്ക് കാശുണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ തന്നിട്ടുണ്ടാവും. അതെ, ഞാൻ അതല്ല പറഞ്ഞേ. ഞാന് പലിശക്ക് വാങ്ങിക്കാൻ ഞാൻ അങ്ങ് വീട്ടിലോട്ട് വരുമ്പോ പിന്നെ ഡോറൊക്കെ അടച്ച് ജനലിലോട്ട് ഇന്നില്ല നാളെ ഇല്ല എന്നൊക്കെ പറയുമ്പോ അതിനേക്കാൾ നല്ല ഡോറ് തുറന്ന് സംസാരിച്ചാ പോരെ. ചേട്ടൻ അങ്ങ് ദൂരെയല്ലേ. ഒരു കാര്യം ചെയ്യും, ചേട്ടൻ ഇതൊന്നും അറിയത്തില്ല. ഞാൻ വരുമ്പോ ഡോറ് തുറന്ന് നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം പലിശന്റെ കാര്യമൊക്കെ. അല്ല, വീട്ടിൽ വരണ്ട. അത് ശരി, കാശും മേടിച്ചു വെച്ചിട്ട് പിന്നെ എന്നോട് വീട്ടിലും വരണ്ടെന്ന് പറഞ്ഞ ഞാൻ പിന്നെ എന്നാ ചെയ്യാനാ? വീട്ടിൽ വന്നാലേ അങ്ങനെയുള്ളൊരു ശരിയാവില്ല. അത് ശരി, എന്റെ കാശ് മേടിക്കാം, എനിക്ക് വീട്ടിൽ വരാൻ പാടില്ല. വീട്ടിൽ വരുമ്പോ ഞാൻ അങ്ങനെയുള്ള ഇതായി. ചേട്ടന്റെ കടയിൽ കൊണ്ടുതരാ, കടയിൽ വന്നാ പോരെ? നീ അങ്ങനെ കടയിലൊന്നും മാറ്റണ്ട. കടയിൽ വന്നിട്ട് ഞാൻ കാശ് കൊടുക്കാറുമില്ല, വാങ്ങിക്കാറുമില്ല. അതിനാണ് ഞാൻ വാങ്ങിച്ചവരുടെ വീട്ടിൽ പോയിട്ടാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത്, കൊടുക്കുന്നത്. അങ്ങനെ തന്നെ എനിക്കായിട്ട് ഞാൻ കടയിൽ നിന്ന് എങ്ങനെയാ തരുന്നത്? അപ്പൊ ചേട്ടൻ എന്തിനാ കട തുറന്നു വെച്ചേ? കട തുറന്ന എന്റെ മറ്റുള്ള ബിസിനസിന് വേണ്ടിയല്ലേ, ഇതല്ലല്ലോ കട. ഇത് ഇങ്ങനെ പൈസ ആൾക്കാർക്ക് കടം കൊടുക്കുന്നത് അത് അവർക്കൊരു ഹെൽപ്പായിട്ട് ഞാൻ കൊടുക്കുന്നത്. അതിന് ഇച്ചിരി ഒരു പലിശ മേടിക്കുന്നത്, അത്രയല്ലേ ഉള്ളൂ. പലിശ തരാതെ അവര് പിന്നെ എന്താ പറയാ, എന്നോട് കുറച്ച് സ്നേഹമായിട്ടൊക്കെ അങ്ങ് പെരുമാറും. എന്നാ ഞാൻ ചേട്ടന്റെ വീട്ടിൽ വരാം. വീട്ടിൽ വന്നാൽ എനിക്ക് കാശ് തരാൻ ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു കാര്യം ചെയ്യാം, കാശും കൊണ്ട് ഞാൻ വീട്ടിലോട്ട് വരാം. രാത്രി ഞാൻ കടയും പൂട്ടിയിട്ട്, ഞാൻ സാധാരണ 9:30-10 മണിക്ക് അടക്കാറ്. ആ വഴിക്ക് ഞാൻ വീട്ടിലോട്ട് വരാം, കാശങ്ങ് കൊണ്ടുത്തരാം. പക്ഷെ ഇച്ചിരി സമയം നമുക്ക് അകത്തിരുന്നിട്ട് സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കാനൊക്കെ പറ്റണം. അതാണ് എനക്കും പേടി. അല്ല, ചേട്ടൻ വീട്ടിൽ വന്നാൽ ശരിയാവില്ല, അതുകൊണ്ടാ. വീട്ടില് വന്നാൽ ശരിയാണ്, കാശ് വേണ്ടേ? കാശ് വേണം. സ്കൂളൊക്കെ തുറക്കാറായി, കാശും വേണം. പിന്നെ കാശിന് ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞില്ലേ? ഇതിപ്പോ എന്റെ ആവശ്യമല്ലല്ലോ കൊച്ചേ, നിന്റെ ആവശ്യമല്ലേ. അപ്പൊ ഞാൻ അങ്ങോട്ട് കൊണ്ടുത്തരാന്നല്ലേ പറഞ്ഞ്? അത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഞാന് കടയിലോ വീട്ടിലോട്ടോ വന്നാ പോരെ? അതെ, കാശും കൊണ്ട് ഞാൻ നിന്റെ വീട്ടിലോട്ട് വരും. അല്ലാണ്ട് നീ എന്റെ വീട്ടിലൊന്നും വരണ്ട. ഒരു കാര്യം ചെയ്യാം, രാത്രി കടയടച്ചിട്ട് വരുമ്പോ അങ്ങോട്ട് വരാം. എന്താ? അത് ശരിയാവൂല.
അതെന്താ ശരിയാവാതെ? ചേട്ടൻ വീട്ടിൽ വരുന്നത് തന്നെ എനിക്ക് പേടിയാ. വീട്ടിൽ വരുന്നതന്നെ പേടി വെച്ചാൽ ഞാനത് നിന്നെ പിടിച്ച് തിന്നാനാണോ വരുന്നത്? ഞാൻ വന്നിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു നിന്റെ കാശ് എത്രയാ വേണ്ടത് വെച്ചാൽ ആ കാശും തരാം. പിന്നെ കഴിഞ്ഞ എനിക്ക് തരാനുള്ള കാശിന്റെ പലിശയും തരണ്ട, മുതൽ മാത്രം തന്നാൽ അത് കിട്ടുമ്പം തന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഈ കാശിന് നീ എനിക്ക് പലിശ തരണ്ട, എനിക്ക് മുതൽ തന്നാൽ മതി. പലിശ നമുക്കിങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ അങ്ങ് കഴിക്കാം. എന്താ, വീട്ടിൽ വന്നിട്ടാകുമ്പോൾ ഞാൻ ഇച്ചിരി സമയം ഇരുന്നിട്ടാകുമ്പോൾ നമുക്കൊന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാം. പലിശ തരണ്ടാന്നല്ലോ, അപ്പൊ മുതല് തരണ്ടേ? ആ, മുതലൊക്കെ പിന്നെ തരണ്ടേ? മുതലല്ലേ, അതൊരു മുതൽ തന്നെയല്ലേ, അത് തരണ്ടേ. ഞാൻ വന്നിട്ടാകുമ്പോൾ ഒരു ഇച്ചിരി നേരം അവിടെ ഇരുന്ന് നമുക്ക് സംസാരിച്ച് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്ന് ഒന്ന് തൊട്ട് തലയോടിയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു സുഖമൊക്കെ കിട്ടുമല്ലോ മനസ്സിന്. ഞാൻ പലിശയിൽ അതങ്ങ് വരവ് വെച്ചോളാം. പിന്നെ അതൊന്നും പറ്റത്തില്ല എന്ന് മാത്രം പറയരുത്. ചേട്ടന് വീട്ടിൽ വന്നാലേ കാശ് തരും നിർബന്ധ? അതത്രേ ഉള്ളൂ. അത് പോട്ടെ, പിള്ളേരൊക്കെ എത്ര മണിയാകുമ്പോൾ കിടക്കും? അവരൊക്കെ വേഗം ഉറങ്ങും. ആ, അപ്പൊ പിന്നെ പിള്ളേരൊക്കെ വേഗം ഉറക്ക്. ഞാൻ വന്നിട്ട് ഒരു ഇച്ചിരി നേരം ഇരുന്ന് നമുക്ക് സംസാരിച്ച് ഞാനങ്ങ് പൊക്കോളാം. എന്താ? എന്നാലേ ചേട്ടൻ എത്ര മണിക്ക് വരാൻ ഉദ്ദേശിക്കുന്നത്? 10 മണിയാകുമ്പോ കടയൊക്കെ അടക്കുന്നത്, അപ്പോഴങ്ങ് വന്നാ പോരെ? 10 മണിക്കെല്ലാം വന്നാല് ആൾക്കാരില്ലേ? ഓ, പിന്നെ ആൾക്കാർ, എന്ത് ആൾക്കാർ? നിന്റെ ഓണം കയറാൻ മൂലയിൽ എന്ത് ആൾക്കാർ കാണാനും മാത്രം എന്താ ആളുകൾ ഉള്ളത്? എല്ലാം കണ്ടാല് വിചാരിക്കൂലേ? അതൊക്കെ ഞാൻ ആരും അറിയാതെയും കാണാനൊക്കെ വന്നോളൂ. അതിനെപ്പറ്റി ഒന്നും പേടിക്കണ്ട. എന്താ? എന്നാ പിന്നെ എനിക്ക് കാശിന് അത്യാവശ്യം മതിയോ? അതുകൊണ്ടല്ലേ പറഞ്ഞേ. എന്നാ ചേട്ടൻ ഒരു 11 മണിയാകുമ്പോ വീട്ടിലോട്ട് പോവാം. 11 മണിയാക്കണോ? അപ്പഴേ കുട്ടികളെല്ലാം ഉറങ്ങിയിട്ട് ഞാൻ ഫ്രീയാണ്. ആ, എന്നാ പിന്നെ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നേരെ ഞാൻ പോകാൻ ഇച്ചിരി ലേറ്റ് ആവും കേട്ടോ. അങ്ങനെ വേഗം തന്നെ പോണോ? ആ, അത് നമുക്ക് തീരുമാനിക്കാം. വേഗം തന്നെ. പറഞ്ഞാൽ എത്രയാ? ഇച്ചിരി നേരമൊക്കെ വേണ്ടേ മുണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്? പിന്നെ എന്തെങ്കിലും ഇച്ചിരി ഒന്ന് തൊണ്ടയൊക്കെ നനക്കണ്ടേ? തൊണ്ട നനക്കാൻ അവിടെ ഒന്നും ഉണ്ടല്ലോ, ഞാൻ കൊണ്ടുവരണം. ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലേ? വൈകുന്നേരം ആകുമ്പോ ഒരാണുങ്ങൾ എങ്ങനെയാ തൊണ്ടയൊക്കെ നനക്കുന്നു? ഇച്ചിരി തൊണ്ടയൊക്കെ നനച്ച് വായൊക്കെ ഒന്ന് നനച്ചിട്ട് ഇച്ചിരി നമുക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നതിന് ശേഷം ഞാനങ്ങ് പോവും. എന്താ? അതിനുള്ള ഒരു മനസ്സും ഇതൊക്കെ ഉണ്ടാവണം കേട്ടോ. അങ്ങനെയൊക്കെയല്ല, എന്റെ വീട്ടില് അങ്ങനെയുള്ള സാധനമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടല്ലേ ഞാൻ പറയാം, അതൊക്കെ ഞാൻ കൊണ്ടുവന്നോളാം. അതൊക്കെ ഞാൻ കൊണ്ടുവരും. എനിക്ക് പറ്റുമെങ്കിൽ ഒരു കമ്പനിക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ പറ്റുമോ? ഇല്ല, അതൊന്നും ഞാൻ കഴിക്കാറില്ല. ആ, എന്നാ കുഴപ്പമില്ല, ഞാൻ കഴിച്ചോളാം. ബാക്കി ഒക്കെ റെഡിയാണല്ലോ. ബാക്കി റെഡിയാക്കാം. റെഡി ആക്കണം. പൈസ വേണ്ടേ? അങ്ങനെ കാശ് കിട്ടുന്നെങ്കിൽ പിന്നെ ഞാനെന്താ ചെയ്യാ? അത് പിന്നെ അത്രേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, കാശിനൊക്കെ ഭയങ്കര വിലയുള്ളതല്ലേ. കാശ് എന്റെ കയ്യിലുള്ളത് കൊണ്ടല്ലേ നീ എന്നെ വിളിക്കുന്നു. കാശില്ലേ നീ എന്നെ വിളിക്കുവോ? ഇതിന്റെ മുതലല്ല, കാശ് തരാണ്ടിരുന്ന പോരെ? അങ്ങനെ പറ്റത്തില്ല. പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മുതൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നെ എന്തിനു കൊള്ളു? അത് പറ്റത്തില്ല. അത് നിന്നോട് മാത്രമാണ് മുതൽ തന്നാ മതി എന്ന് പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞ പോലെയൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഇപ്പൊ പൈസ തരുവോ ഇല്ല, മറ്റതിന്റെ മുതലും പലിശയൊക്കെ എനിക്ക് തരേണ്ടിയും വരും കേട്ടോ. മനസ്സിലായല്ലോ? വന്നിട്ടാ അത്യാവശ്യം എല്ലാവരുടെയും കാര്യങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ. അത്യാവശ്യം കാര്യങ്ങൾ നടക്കണ്ടേ? എന്റെ കാര്യവും നടക്കണം, തന്റെ കാര്യവും നടക്കണം, എല്ലാവരുടെ കാര്യവും നടക്കണം.
എന്താ? ഞാൻ വന്നാല് ഒരു 11 മണിയാകുമ്പോ. ആ 11 മണി ആകുമ്പം വരാം. ഒരുപാട് ലേറ്റ് ആക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം തിരിച്ചെനിക്ക് പോവുകയും വേണ്ടേ. അല്ല, 11 മണിക്ക് മുമ്പിൽ വന്നാല് എനിക്ക് ഫ്രീ ആണ്ടേ. ആ കുഴപ്പമില്ല. ഇനി അഥവാ ഞാൻ അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയാൽ വെളുപ്പിന് പോയാൽ പോരെ? അയ്യോ, അതൊന്നും പറ്റൂല. ഓ, ആ അത് നമുക്ക് നോക്കാം, ആലോചിച്ചിട്ട് ചെയ്യാം. ഇനി അഥവാ ഉറങ്ങിപ്പോയപ്പോ എന്നാ ചെയ്യാനാ? അവിടെ പട്ടിശല്യൊന്നുമില്ലല്ലോ പുറത്ത്? ശല്യമൊന്നുമില്ല. ആ ഇവന്മാര് എൻ്റെ വണ്ടിയുടെ പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ തറയിൽ വീഴും. അല്ല, എന്റെ വീട്ടിലില്ലാന്നേ ഉള്ളൂ. അത് പുറത്തുണ്ടോന്നാ ചോദിച്ചത്. പുറത്തൊക്കെ രാത്രിയൊക്കെ സൗണ്ട് കേൾക്കാറുണ്ടോ? അങ്ങനെയുണ്ട്. ആ അതാണ് വേറൊരു പേടി. ഈ ഇവന്മാരെ കൊണ്ട് വല്ലാതെ ശല്യം. ആൾക്കാർക്ക് ഒരു വഴിക്കും പോയിക്കൂടെ ഒച്ചപ്പാടാക്കിയിട്ട്. എന്നാ ഒരു കാര്യം ചെയ്യ്, കാശ് എത്രയാ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കാശ് ഞാന് പറഞ്ഞാ പോരെ? ആ അത് പിന്നെ ഇപ്പൊ അങ്ങ് പറഞ്ഞേക്ക്. 5 10? 10 ഇനി എത്രയാ? 15 വേണം. 15 രൂപയാ? ഉം. ഓ, അത് ഇച്ചിരി കൂടുതലാ. മുന്നേ മേടിച്ച 10 25 അതിന് ഞാന് അങ്ങനെ നിങ്ങളോട് കരുണ കാണിക്കുന്നില്ലേ? ആ അങ്ങനെ കരുണ കാണിച്ചാ മതി. ഇടക്കിടക്ക് കാണിച്ചാ നല്ല. ഇടക്കിടക്കൊന്നും ഇല്ല കേട്ടാ. ആ അത് പിന്നെ ഇത് കഴിഞ്ഞിട്ടാകുമ്പോ നീ ബാക്കി പലിശ ഇതൊക്കെ തന്നാൽ മതി. നമുക്ക് പിന്നെ സംസാരിക്കും. ഇപ്പൊ ഇതങ്ങ് നടക്കട്ടെ.